പച്ചാലത്ത് പറഞ്ഞ അനങ്ങിയ കൂലി റമദാൻ കിട്ടിയാൽ മതി. റമദാനിൽ കുറേ ചെയ്തിട്ടില്ലെങ്കിൽ പോലും റമദാനിൽ ജീവിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അമലുഹു മുബാസ്. റമദാനിലെ ഏത് കാര്യവും തൊട്ടാൽ പൊന്നായി, തൊട്ടാൽ പൊന്നായി. ഒരു റക്കയത്തിന് 1000 റക്കയത്തിന്റെ കൂലി, ഒരു തസ്ബീഹിന് 1000 തസ്ബീഹിന്റെ കൂലി. എന്തിനാണ് ഈ വർദ്ധിത മൂല്യം അല്ലെങ്കിൽ കൂലി കൂടുതൽ? എന്തിനായി? മനുഷ്യന്മാർ ചിലപ്പോഴൊക്കെ തെറ്റിൽ പെട്ടു. അത് പിടുത്തമിട്ട തെറ്റുണ്ടാവും. ബാക്കിയുള്ളവരുടെ വിഷയത്തിലൊക്കെ ഇടപെട്ട് നവീമാൻ പറഞ്ഞ പോലെ റീബത്ത് അതൊക്കെ ഉണ്ടാവും. ഇവര് പാപ്പറാവും എന്ന് പറയുന്നത് റീബത്തിലും നമീമത്തിലും ഒന്നും പെടാതിരിക്കാനാണ്. അഥവാ പെട്ടുപോയി എന്ന് കരുതുക, കുറെ പറഞ്ഞുപോയി, പിന്നെ ഒരാൾ തൗബ ചെയ്തു. എല്ലാവരോടും പൊരുത്തപ്പെടിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല. മരിച്ചു പോകാം. ഉംറ ചെയ്ത് തൗബ ചെയ്ത് കഅബന്റെ അടുത്തുനിന്ന് തവാഫ് ചെയ്ത് തൗബ ചെയ്ത് അവിടുന്ന് മരിച്ചു. അയാളെങ്ങനെ പൊരുത്തപ്പെടിക്കുക? ഒരു റക്കഅത്തിന് 1000 റക്കഅത്തിന്റെ കൂലിയാണ്. അപ്പൊ ഞാനിപ്പോ ജാബർ മാഷിന് എന്തോ റീബത്ത് പറഞ്ഞു, അസാന്നിധ്യത്തിലൊക്കെ റീബത്താവും. അപ്പൊ ഞാൻ പൊരുത്തപ്പെടിച്ചിട്ടില്ല എങ്കിൽ എന്റെ ഒരു റക്കഅത്തിന്റെ ആദ്യ അടിസ്ഥാന കൂലി ഉണ്ടാവല്ലോ, അത് മാഷിന് തരും. ഇങ്ങോട്ട് വരുന്നു ഇല്ല, ആ 999 ഉണ്ടല്ലോ, അത് സ്വന്തം അക്കൗണ്ടിൽ തന്നെ അള്ള വെക്കും. ഒരു അപാര കരുണയാണ് അല്ല, വല്ലാത്ത സ്നേഹം. എത്ര നമ്മൾ മാറുമ്പോഴും ഒരു രക്ഷപ്പെടാനുള്ള ഒരു വലിയ വാതിലവിടെ തുറന്നു. അതെ അതെ, അതുകൊണ്ടാണ് തെറ്റ് സംഭവിച്ച മനുഷ്യന്മാരുടെ കാര്യത്തിൽ പോലും തെറ്റ് എഴുതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കിനോട് ഒരു 6 മണിക്കൂറെങ്കിലും എഴുതണ്ടെന്ന് പറയുന്നത്. വലതുഭാഗത്തുള്ള മലക്കാണ് ലീഡർ. മുപ്പര് പറയുന്ന പോലെയാണ് കാര്യങ്ങൾ നടന്നു പോകും. എഴുതണ്ട, ഒരു 6 മണിക്കൂറിനുള്ളിൽ ഒരു ഇസ്തിഗ്ഫാർ തൗബ ഉണ്ടോ നോക്കാം. ഇനി അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ തന്നെയും തെറ്റ് എഴുതിയെന്ന് വിചാരിക്കാം. എന്നാൽ അയാൾക്ക് വല്ല ദോഷം കൊടുക്കാനുള്ള വകുപ്പ്, ഹൃദയത്തിൽ ടെൻഷൻ, കുടുംബത്തെ ഓർത്തിട്ട്, മക്കളെ ഫീസ് ഓർത്തിട്ട്, എന്താ ചെയ്യുക, കുട്ടീൻ്റെ ഫീസ് നാളെ കൊടുക്കണം, ഇൻസ്ട്രുമെന്റ് ബോക്സ് വാങ്ങണം, ടിഫിൻ അടക്കം വാങ്ങിയില്ല, ഇങ്ങനെ കുടുംബത്തെ ഓർത്തിട്ട് ടെൻഷനാൻ വരെ ദോഷം കൊടുക്കും. ഒരു ദിവസത്തെ പനി ബാധിച്ചാൽ ദോഷം കൊടുക്കണം. അപ്പൊ ദോഷം കൊടുക്കാനുള്ള മാർഗം ചുറ്റുമുള്ള വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഈ റമദാൻ നമ്മളെ മാടി കൊടുക്കുന്നത്.